San Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. San Jose Central School. കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി KSEBയുടെ നോട്ടീസ്. കുടിശ്ശികയായ 13 കോടി രൂപ കൃഷിവകുപ്പ് അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുവാൻ നോട്ടീസ് അയക്കുന്നതെന്ന് KSEB അധികൃതർ അറിയിച്ചു. ഷൊർണൂർ, പട്ടാമ്പി, മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള 59 കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത്. 2021 മുതൽ 2025 വരെയുള്ള കുടിശ്ശികയാണിത്. കൃഷിവകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്നാണ് KSEB അധികൃതർ പറയുന്നത്. ഷൊർണൂർ നഗരസഭ 398, വാണിയംകുളം 4, വല്ലപ്പുഴ 1, ഓങ്ങല്ലൂർ 10 എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലെ 413 കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് കിട്ടിയത്. ഷൊർണൂർ കൃഷിഭവനിൽ നിന്നും മാത്രം 1.61 കോടി രൂപയാണ് KSEBക്ക് നൽകാനുള്ളത്. കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷനാണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷിവകുപ്പ് KSEBക്ക് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉപഭോക്താവ് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷിവകുപ്പിനെ റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക, ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക, കൃഷി ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഉപഭോക്താവിന്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ്. ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനോടകം 35 ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു. എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ KSEB ഇവർക്ക് ഇളവും നൽകുന്നുണ്ട്. ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും KSEBയും സമീപിച്ചത്. 2023 മെയ് 1 മുൻപ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും. എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ 18% പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് KSEB പറയുന്നത്. ഞാൻ കവളപ്പാറ പാടശേഖര മുൻ സെക്രട്ടറി ആയിരുന്നു. ഈ കാലഘട്ടങ്ങളിലാണ് ഞാനൊരു 15-16 കൊല്ലം മുമ്പാണ് ഒരു സൗജന്യ കാർഷിക ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത്. എല്ലാ കാലങ്ങളിലും ഇതിൻ്റെ വൈദ്യുതി ബില്ല് കൃഷിഭവൻ ആണ് അടച്ചു പോയിരുന്നത്. ഇത്രയും കാലമായിട്ട് മുതൽ അടച്ചിരുന്നു. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മിഞ്ഞാണ് ഒരു നോട്ടീസ് KSEB എന്ന് പറഞ്ഞത്. KSEBക്കാർ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷിഭവനിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിവരം KSEBക്ക് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSEB ആണ് ഇത് എല്ലാവർക്കും ഒരുപാട് 10-400ഓളം കർഷകർക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അത് എന്തൊക്കെയായാലും ഇതിൽ KSEBക്ക് ഇതിന് കർഷകർക്ക് നോട്ടീസ് അയക്കാൻ അധികാരമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കൃഷിഭവനും നമ്മൾ കർഷകരും തമ്മിലാണ് ബന്ധം. KSEB ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഈ സംബന്ധിച്ച് കൃഷിഭവനിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ ഓണർഷിപ്പ് മാറാണ്ട്, ഉടമസ്ഥാവകാശം മാറാണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ട് അവരുടെ ഓണർഷിപ്പ് മാറാണ്ട് ഇപ്പോഴും സൗജന്യ വൈദ്യുതി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്ത്. അവിടെ നിങ്ങൾ ഇത് അടക്കേണ്ട, നിങ്ങളുടെ ഒന്ന് ഓഫീസിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പോയാൽ മതി എന്ന് മാത്രം എന്നോട് പറഞ്ഞു. ഇത്ര ഉണ്ടായിട്ടില്ല. എത്ര രൂപയുടെ ബില്ലാണ് വന്നിട്ടുള്ളത്? എത്ര രൂപയുടെ ബില്ലാണ് വന്നിട്ടുള്ളത്? എനിക്കുള്ള 2600 രൂപയുടെ ബില്ലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അരി പെൻഡിങ് അരി ദിവസം അടയ്ക്കണമെന്നോട്ട്. അത് അടയ്ക്കുന്നില്ല എന്നാണോ? അടയ്ക്കുന്നുണ്ട്, എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ അടയ്ക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ഈ സൗജന്യ വൈദ്യുതികളിൽ നമ്മൾ അടക്കേണ്ട ആവശ്യം, അടക്കാനുള്ള ഉദ്ദേശമില്ല. അത് അടക്കാൻ എങ്ങനെ നിർബന്ധം വന്നാൽ അത് കട്ടുകിട്ടാന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥർ ഉപയോഗിക്കോളാന്നാണ് പറഞ്ഞത്. കാരണം കർഷകർക്ക് ഒരു ആനുകൂല്യം കൊടുക്കുക സർക്കാർ. ഈ ആനുകൂല്യം പെട്ടെന്ന് ഇല്ലാണ്ടാക്കുമ്പോൾ ഒരു പ്രായോഗികമായിട്ട് നല്ലൊരു നിർദ്ദേശമല്ല അത്. അപ്പോൾ ഈ നോട്ടീസ് അയച്ചതിന് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ കണ്ടുപിടിച്ചോട്ടെ, അവർ നടപടി എടുത്തോട്ടെ. അതിന് കൃഷിഭവന് അധികാരമില്ല, KSEBക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് CCV.